ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ രാവിലെ നമ്മൾ പോത്തിനെയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ പശുവിന് തീറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് കെട്ടിയതിൻ്റെ പോലെ കുഞ്ഞു പശുവിന് ഇവിടെയും കെട്ടിയിട്ടുണ്ട്, അമ്മു പശുവിന് ഇവിടെയും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെവിടെ പോവാണ് ചോട്ടു? പോത്തിൻ്റെ അടുത്ത്. നമ്മൾ പോത്തിൻ്റെ അടുത്ത് പോവാട്ടോ. അപ്പോൾ പോത്തിനെ നമ്മൾ മേയാൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മിക്കൂസ് അപ്പൂനെ ഒറ്റയ്ക്ക് വിടുന്നില്ല, അവനും പോകണം പറഞ്ഞ് വാശി ചെയ്യണം. അപ്പം അവൻ്റെ കൂടെ നമ്മളും പോകാമെന്ന് വെച്ചു കേട്ടോ. ഇല്ല ചോട്ടുവിന് നടത്തം കണ്ട നല്ല രസമില്ല. രാവിലത്തെ ഒരു ക്ലൈമറ്റ് കണ്ട നല്ല രസമാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ ഇങ്ങനെ കാണാൻ രാവിലെ ഒന്നുമില്ല, മഴ ഇന്നൊക്കെ ഉണ്ടെങ്കിൽ ആട് കണ്ട. ഇത് നമ്മുടെ അനിയൻ്റെ ആടാണ് കേട്ടോ. അവൻ ആടൊക്കെ ഉണ്ട് കണ്ട. ഞാൻ പീക്കാച്ചു, ആ ചെമ്പൻ കളറാണ് പീക്കാച്ചു. മകളും അതുകൊണ്ട് അവൻ്റെ മൂത്ത മകളും ഇത് വേറെ അടയിലാണ് കേട്ടോ. ഇതിൽ പീക്കാച്ചിൻ്റെ മക്കളും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആടുണ്ട്, പോത്തുണ്ട്, പശുക്കളുണ്ട്, നായ്ക്കളുണ്ട്. എൻ്റെ നിഴലിയാണ് ഉണ്ടോ, നമ്മുടെയൊക്കെ നിഴലിയാണ്. അപ്പൂസവൻ. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ എവിടെ നിൽക്കണം പോയി നോക്കാട്ടോ. നമ്മളതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ ഇവിടുത്തെ ഒരു ഫാമിൽ നിൽക്കുന്ന പശുക്കളാണ് കേട്ടോ. അത് കുറേ പ്രായമായിട്ട് തോന്നുന്നു കേട്ടോ. കുത്തി വയ്ക്കാറുണ്ട്, പക്ഷെ പിടിക്കാറൊന്നുമില്ല. മുമ്പൊക്കെ പാല് കറന്നിട്ടുള്ള പശുക്കളായിരുന്നു, ഇപ്പോൾ പാലും ഇല്ല. എവിടേക്കാണ് മിക്കോ? മുഖത്തും മിക്കുവിൻ്റെ എണ്ണ തേച്ച് കൊടുത്തായിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ അവൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. മിക്കുവിൻ്റെ മുഖത്ത് കണ്ട എണ്ണയും കേട്ടോ. നമ്മുടെ പോത്തിനെ കാണാനില്ല കേട്ടോ. പോത്തിനെ നമ്മൾ ഇവിടെയാണ് എപ്പോഴും ഉണ്ടാവാറ്. ഇനിയിപ്പോൾ തിരച്ചിലായിരിക്കും. അപ്പോൾ ഓട്ടത്തിലാണ്, കാരണം പാടത്ത് പോയിട്ട് വല്ല പഞ്ച തിന്നാലോ പിടിച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിപ്പോവും. പാവന്മാർ എവിടെ പോയി നമുക്ക് പറയാം. നമുക്കിപ്പോൾ എവിടെയൊന്നും അറിയില്ല. ഓടടാ ചോട്ടോ, പോത്തിനെ നോക്കാൻ. സ്വത്ത് പിന്നോട് നിൽക്കും, അമ്മ പോയി ഓടട്ടെ. ചോട്ട് ഓടണില്ലാന്ന്. ഇതിൻ്റെ താഴെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ താഴെ കാണില്ല. അപ്പോൾ അത് അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ പഞ്ചയും പാടുമാണ്, അവിടെ പോയി തിന്നുമെന്നുള്ള പേടിയാണ് കേട്ടോ. അതില്ലേ പോത്തുകൾ ആ ഫാമിൻ്റെ അടുത്തുള്ള വൈക്കോല് ചിലപ്പോൾ തിന്നിട്ട് നിൽക്കട്ടെ. നമ്മുടെ അവിടെ ചില ലക്ഷണം കെട്ട ആൾക്കാരുണ്ട്. ലക്ഷണം കെട്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ എന്ത് വളർത്തുമ്പോഴും ഇഷ്ടപ്പെടാതെ അതുപോലെ അവരെയൊക്കെ തല്ലി ഓടിക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ. അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇതൊന്നും നമ്മൾ വളർത്തുന്നത് അവർക്ക് ദഹിക്കാത്ത ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർ നമ്മളെ കാണാണ്ട് ഒക്കെ ഓടിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മളിതാ ഇവിടം വരെ നോക്കിയിട്ടാ, ഇവിടെ ഒന്നും പോത്തിനെ കാണാനില്ല. ഇനിയിപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും അറിയില്ല. നടക്കാൻ നമുക്ക് തരാം. അപ്പോൾ അപ്പൂ ഈ വഴി പോയി നോക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ഈ കാട്ടിനുള്ളിൽ പോയില്ല, അവിടേക്ക് നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ആരാ കണ്ടുപിടിക്കണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതി ഓടടിയേ. എനിക്ക് സ്വത്തുമാനെ എടുത്തിട്ട് ഓടാൻ പറ്റുന്നില്ല. നോക്കിയിട്ട് കാണുമില്ല. നോക്കുമ്പോമാരെ രാവിലെ വിട്ട് എവിടെ പോകണം? പോത്തുകളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എടി അവർ പിടിച്ചോട്ടാ, പിടിക്കുക. അപ്പം നമ്മൾ പോത്തുകളെ അപ്പൂൻ്റെ അടുത്തേക്ക് ആട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൾ അവിടെ പോയി മേയട്ടെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബായ്. നമ്മൾ പോത്തിനെ കാണാണ്ട് തിരയുന്നൊരു കുഞ്ഞ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.